പ്രിയപ്പെട്ടവരെ, ഗോപു പട്ടിക്കാടാണ്. ഞാനിപ്പോ നിൽക്കണതേ ദുബായിലെ സോനാപൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. ഇവിടുത്തെ ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ചായ ഉണ്ട്. ഈ ചായ എന്ന് പറഞ്ഞാൽ കിണ്ണങ്കച്ചി ചായ. അതൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ്. വാ. അതായത് പ്രത്യേകത എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, നമ്മുടെ കണ്ണൂർക്കാരൻ സജീവേട്ടന്റെ ചായ കുടിക്കാണ്ട് രാവിലെ തുടങ്ങില്ല, അല്ലെങ്കിൽ വൈകുന്നേരത്ത് ജോലിയൊക്കെ കഴിഞ്ഞു. ഇവിടെ എന്ന് പറഞ്ഞാൽ സാധാരണക്കാരുടെ ജീവിക്കുന്ന സ്ഥലമാണ്. അതായത് ഇവിടെ വൈകുന്നേരങ്ങളിൽ ജോലി കഴിഞ്ഞ് വന്നിട്ട് സജീവേട്ടൻ ചായ കുടിക്കാണ്ട് ഒരാളിരിക്കില്ല. നമുക്ക് സജീവേട്ടനെ ഒന്ന് പരിചയപ്പെടാം. ബാബാ സജീവേട്ടാ, നമസ്കാരം. സജീവേട്ട കണ്ണൂരില്ലേ വീട്ടില്? കണ്ണൂർ തലശ്ശേരി. തലശ്ശേരില്ലേ? തലശ്ശേരി. അതെ. ഇത് സജീവേട്ടന്റെ ചായ എന്ന് പറഞ്ഞ ഇവിടുത്തെ ഏറ്റവും വലിയ ഫേമസ് സോനാപൂരിൽ. അത് നമുക്കറിയാം. നാട്ടിൽ എത്ര വർഷം ഉണ്ടായിരുന്നു? നാട്ടിൽ നമ്മൾ ചെന്നൈ ഉണ്ടായിരുന്നു 30 വർഷം. 30 വർഷം ചായ അടിക്കാൻ വെറുതെ അല്ല ഇതിന്റെ സ്പെഷ്യല്. പിന്നെ കണ്ണൂരോ? ചെന്നൈ നാട്ടിലേനു. ചെന്നൈ 30 വർഷം. ചെന്നൈയില് അല്ലേ? ഇവിടെ വന്നിട്ട് ഒരു 10 വർഷമായി. ഇവിടെ നമ്മുടെ സോനാപൂർ എത്ര വർഷമായി? 10 വർഷമായി. 10 വർഷമായി ചായ അടിക്കില്ല. ഓപ്പണിങ്ങിലേ ഉണ്ട്, ആദ്മി ഓപ്പണിങ്ങിലേ ഉണ്ട്. അതെ. ഓക്കെ ഓക്കെ ഓക്കെ. കുടുംബമൊക്കെ എങ്ങനെ? നാട്ടിലുണ്ട്. എത്ര പേരുണ്ട് മക്കളെ? 2 മക്കള്, 2 പെൺകുട്ടികളും 2 പെൺകുട്ടികൾ. അതെ. അപ്പൊ അടിപൊളിയായിട്ട് നമ്മുടെ സജീവേട്ടന്റെ സ്പെഷ്യലില് ഞങ്ങൾക്ക് ഒരു 3 ചായ എടുത്ത്. 3 ചായ. 2 ചായ മതി. 2 ചായ സ്പെഷ്യൽ ആയിക്കോട്ടെ. പിന്നെ മക്കളൊക്കെയോ? മക്കളോ, മൂത്ത മോള് BSc നഴ്സിംഗ്, രണ്ടാമത്തെ SLC. അവിടെ തന്നെ പഠിക്കുന്നത്. എവിടെ? കണ്ണൂർ തന്നെ? തലശ്ശേരി. തലശ്ശേരി. അതെ. സ്പെഷ്യൽ ആയിക്കോട്ടെ. ഇപ്പൊ നാട്ടിൽ പോയിട്ട് എത്ര? നാട്ടിൽ ഒരു 6 മാസമായി. 6 മാസമായി അല്ലേ? ജനുവരി പോവും. ജനുവരി ഉത്സവങ്ങളുടെ സമയമല്ല ജനുവരി. കുട്ടികളല്ലേ? ഓ. ഇനി ഈ ചായയുടെ രഹസ്യം വല്ലതുണ്ടോ? നല്ല ചായപ്പൊടി, അതെ, അൽമറായി പാല്. പിന്നെ സജീവേട്ടന്റെ ഒരു അടി നോക്ക്. ഈ പാത്രങ്ങളൊക്കെ നാട്ടില് നമ്മുടെ സ്പെഷ്യൽ സാധനമാണ്. അതാ, അതായത് ഈ സജീവേട്ടന്റെ ചായ കുടിക്കാണ്ട് ഇവിടുന്ന് വൈകുന്നേരങ്ങളിൽ ജോലി കഴിഞ്ഞിട്ടുള്ള ഒരാളുകൂടി ഉണ്ടാവില്ല. അയ്യോ, കടുപ്പത്തിലായിക്കോട്ടെ. അയ്യോ. അപ്പൊ സജീവേട്ടാ, അപ്പൊ എല്ലാവിധ ആശംസകളും. ഇനിയും ഒരുപാട് ചായകൾ ഇങ്ങനെ ഉണ്ടാക്കേണ്ട വർഷങ്ങളായിട്ട്. ഒരുപാട് ആൾക്കാര് ഇപ്പൊ തന്നെ ദൂരത്ത് വരുന്നുണ്ട് സ്പെഷ്യൽ ചായ കുടിക്കാൻ. അതായത് 40 വർഷമായിട്ട് ചായ അടിക്കുന്ന ഒരു മനുഷ്യൻ 30 വർഷം ചെന്നൈയിലും ഇപ്പൊ 10 വർഷമായിട്ട് സോനാപൂർ ഈ ആം ആദ്മി ഹോട്ടലിലായിട്ട് ചായ കുടിക്കുന്നത്. അതായത് കൈപ്പുണ്യം എന്ന് പറയുന്നത് ഇതാണ്. വെറുതെ അല്ല ഇവിടെയുള്ള ആൾക്കാർ പറഞ്ഞത്. സജീവന്റെ ഒരു ചായ കുടിച്ചാൽ ഒരു വയസ്സ് അങ്ങോട്ട് കുറയുന്നു. അപ്പൊ സജീവന്റെ ഈ സ്പെഷ്യൽ ചായ കുടിക്കാൻ വേണ്ടിട്ട് എവിടേക്ക് വരുന്നത് വെച്ചാൽ സോനാപൂർ ഗ്രാൻഡ് മാളിന്റെ തൊട്ട് തന്നെയാണ് ആം ആദ്മി എന്ന് പറഞ്ഞ ഹോട്ടലാണ് സജീവേട്ടനുള്ളത്. അപ്പോ ആർക്ക് ചായ കുടിക്കണേലും വരാം. അപ്പോ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് കൂടെ. ഒരു വീഡിയോ ആയിട്ട് അടുത്തത് കാണാം. നന്ദി, നമസ്കാരം.